തടുക്കശ്ശേരി പ്രകൃതി ക്ഷേത്രത്തിൽ നടന്ന ജൈവ സംരക്ഷണ സമിതിയുടെ പ്രതിമാസ സംഗമത്തിൽ ഡോക്ടർ വി.പി. ഗംഗാധരൻ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും വിവരിക്കുന്നു. അത് കഴിഞ്ഞ ഭാഗത്തിൽ കുറച്ച് നിങ്ങൾ കണ്ടു. ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. നമസ്തേ. ക്യാൻസർ തടയണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ 10 പടികൾ ആണ്. കാരണം ഒരു ക്യാൻസർ മാത്രമല്ല, ബാക്കി എന്ന് പറഞ്ഞ ക്യാൻസറുകൾ, ശ്വാസകോശാർബുദം, അന്നനാളത്തിലെ ക്യാൻസർ, കണ്ടനാളത്തിലൊക്കെ നേരിട്ട് ബന്ധമുള്ള ക്യാൻസറുകളാണ്. പരോക്ഷമായി ബന്ധമുള്ള കുറെ ക്യാൻസറുകളുണ്ട്. അതായത് ഗർഭാശയയുടെ ക്യാൻസറുകൾ, മൂത്രസഞ്ചിയിൽ വരുന്ന ക്യാൻസറുകൾ, പാൻക്രിയാസിലെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസറൊക്കെ പരോക്ഷമായി പുകയിലുമായിട്ട് ബന്ധമുള്ളതാണ്. അവിടെ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഓരോ വർഷവും 6 ലക്ഷം പേരെങ്കിലും മറ്റുള്ളവരുടെ പുകവലി കാരണം മരിക്കുന്നുണ്ട്. പാസീവ് സ്മോക്കിംഗ്. ഒരു കുട്ടിയെ പണിയിരുത്തി ഒരു അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ ആ കുട്ടിക്ക് നൽകുന്നത് ക്യാൻസർ മാത്രമല്ല, ഒരു പറ്റം അസുഖങ്ങളുടെ സംശയമാണ്, ഇൻക്ലൂഡിങ് റെസ്പിറേറ്ററി ഡിസോർഡർ, ശ്വാസം മുട്ട്, ചുമ, അതൊക്കെ. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു കാരണവശാലും പൊതു സ്ഥലങ്ങളിൽ പുകവലി അനുവദിക്കാൻ പാടില്ല എന്ന് എടുത്തിട്ടുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ വരുന്ന ക്യാൻസറുകളിൽ, പുരുഷന്മാരിൽ വരുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലങ് ക്യാൻസറാണ്, ശ്വാസകോശമാണ്. ലങ് ക്യാൻസറിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, കണ്ടുപിടിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത 5%, 10% ഇടയ്ക്കേ ഉള്ളൂ. ബാക്കി 90% പേരും മരിക്കുന്നു. പക്ഷെ തിരിച്ച് 90% ഈ ശ്വാസകോശ രോഗികളിലും ഒറ്റ കാരണമായിട്ട് കാണിക്കപ്പെടുന്നത് പുകവലിയാണ്. അപ്പൊ നമുക്ക് പുകവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര സാധ്യത വരികയാണ്. 90% ചാൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ക്യാൻസർ വരാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാം പാഠം. ഇത് പാഠം എല്ലാവർക്കും അറിയാം. പക്ഷെ പുകവലിക്കുന്നവരുടെയൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യമാണ് അവരെ മനസ്സിൽ. അതിന് ഞങ്ങൾ കൊടുക്കുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് തുടങ്ങി വലിച്ച നാളെ വലിക്കുന്നില്ല. അതിനേക്കാൾക്ക് പെട്ട മറ്റു ഭാഗം കൂടിയുണ്ട്. അതായത് ടോപ്പോഗ്രാഫി ഓഫ് സ്മോക്കിംഗ് പോലെ എല്ലാവരും പുകവലിക്കുന്ന ഒരേപോലെയല്ല. അതായത് ചിലര് ഇങ്ങനെ വലിച്ചു വിട്ട് നടക്കുന്നവർക്കായിരിക്കും, അതുപോലെ സ്റ്റീം എഞ്ചിൻ പോകുന്ന പോലെ പറയും. അതായത് അകത്തേക്ക് എടുക്കുന്നില്ല, ദേ ജസ്റ്റ് ഗോ. അതേസമയത്ത് വാക്കിയത്ത് വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, എസ്പെഷ്യലി നമ്മൾ പറയും സ്വർണ്ണപ്പണിക്കാരൊക്കെ. അവർ ഇത് പുറത്തേക്ക് എടുക്കുന്നേ ഇല്ല. അവർ 2 കൈകൊണ്ട് ജോലി ചെയ്യുന്നു, സിഗരറ്റ് വായിക്കാത്തിരിക്കുന്നു, ബീഡി വായിക്കാത്തിരിക്കുന്നു, കണ്ടിന്യൂ ടു ഇൻഹേൽ, തുടർച്ചയായിട്ട് പോകുന്ന ടോപ്പോഗ്രാഫി ഓഫ് സ്മോക്കിംഗ്. എത്ര സിഗരറ്റ് വലിച്ചു, എത്ര നാൾ വലിച്ചു, ദേ ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. ദി പാറ്റേൺ ഓഫ് സ്മോക്കിംഗ്. ഇതൊക്കെ കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതായത് ദൈവം അറിഞ്ഞ ചിലർക്കൊക്കെ ചില എൻസൈംസ് കൊടുത്തിട്ടുണ്ട്. ആ എൻസൈംസ് കിട്ടിയവര് ഈ പുകയില പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ രക്ഷപ്പെടും. കാരണം ആ എൻസൈം ഡീടോക്സിഫൈ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന. പക്ഷെ നമ്മുടെ മറുവശത്തുള്ള ചോദ്യം, ആ എൻസൈം എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വലിക്കണോ വേണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യമാണ് നിങ്ങൾ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴേ പുകയില ഹാസ് ടു ബി ഔട്ട് ഓഫ് ദിസ്. നമ്മള് ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ പുകയില ഹാനികരെന്ന് പറഞ്ഞിട്ടോ ഒന്നും നിൽക്കില്ല. ഇറ്റ് ഹാസ് ടു ബി ലീഗലൈസ്ഡ് ആൻഡ് സ്റ്റോപ്ഡ്. നമുക്ക് പക്ഷെ നമ്മുടെ പ്രധാന പ്രശ്നം, നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം, സിനിമ കാണുമ്പോൾ സിനിമയിലെ ചെറിയൊരു മൂലക്കെ കാണും സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പക്ഷെ എല്ലാവരും വലിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇതിന്റെ മറുവശത്തുള്ള ഏറ്റവും അപകടം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ആരംഭിക്കുന്നത് സ്കൂളിലാണ്, ഏർലി കോളേജ് ഡേയ്സ്. ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിനുള്ള ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന മിക്കവാറും ആരും കാണാറില്ല. ഇതെല്ലാം ആരംഭിക്കുന്ന ആ സ്റ്റേജിലാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു മോറൽ ബൈൻഡിങ് ഉണ്ട്. വി ഹാവ് ടു സീ ദാറ്റ് ഇത് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഈ ലെവലിൽ. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ വിൽ മിസ്. അതിന്റെ പ്രശ്നം ഞങ്ങൾ കണ്ടുപിടിക്കുന്നതിന് കാരണം, അതായത് നമ്മളിപ്പോൾ കാണുന്നതിൽ പലപ്പോഴും കാണുന്നത് വാക്യത്ത് പല സ്ഥലത്തും ഒരേ സ്ഥലത്ത് ക്യാൻസറുമായിട്ട് വരുന്നത്, ഒരു സ്ഥലത്തായിരിക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സമ്മതിക്കില്ല, പക്ഷെ അവസാനം പറയില്ല കഴിഞ്ഞ 8 വർഷം 10 വർഷമാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനം എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം മുമ്പിലുള്ളത്. ഇതേപോലത്തെ പ്രശ്നമാണ് മറുവശത്തും. സർക്കാരിന് ഏറ്റവും കൂടിയ വരുമാനം കേരളത്തിൽ ലഭിക്കുന്നത് മദ്യമാണ്. മദ്യത്തിന്റെ പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ മദ്യപിക്കുകയും അതിന്റെ കൂടെ തന്നെ ഈ പുകയില ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചാല് പുകയില മൂലം ഉണ്ടാകുന്ന എല്ലാ ക്യാൻസറുകളെയും അളവ്
10 മടങ്ങ് വർദ്ധിക്കും. അപ്പൊ അതുമല്ല, മദ്യപാനികളിൽ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് അന്നനാളത്തിലെ ക്യാൻസറും, ആമാശയിലെ ക്യാൻസറും, കരളിലെ ക്യാൻസറും, കുടലിലെ ക്യാൻസറും. അതുകൊണ്ട് തന്നെ മദ്യപാനവും നമുക്ക് ഉപേക്ഷിച്ചേ മതിയാവും. കാർഡിയോളജിസ്റ്റ് ചിലപ്പോൾ പറയും ദിവസം ഒരു അരപ്പെങ്കോടെ കഴിച്ചോളൂ, അത് ഹാർട്ട് സ്റ്റിമുലന്റ് ആണെന്ന് പറയും. പക്ഷേ ഓങ്കോളജിയിൽ ഇല്ല. ഓങ്കോളജി സേ ബിഗ് നോ. നമ്മൾ പറയും മണപ്പിക്കാൻ പോലും വേണ്ടെന്ന് പറയും. അപ്പൊ ദാറ്റ് ഇസ് ദ മെസ്സേജ്. ഞങ്ങൾ പുകയിലെയും മദ്യപാനവും നമ്മൾ നോ പറഞ്ഞേ പറ്റുള്ളൂ. നോ അതർ വേ. ഇങ്ങനത്തെ മീറ്റിങ്ങിനും കുഴപ്പമില്ല, കാരണം എന്നെ ചിലപ്പോൾ ഇനി വീണ്ടും വിളിക്കും. പക്ഷേ ഞാനിതൊരു ലയൺസ് ക്ലബിന്റെ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഞാൻ ലോട്ടറി മീറ്റിങ്ങിനാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇത് പറയേണ്ടി വരുള്ളൂ. അടുത്ത പ്രാവശ്യം ഡോക്ടർ എങ്ങാനും പ്രസംഗിക്കാൻ ഉണ്ടാവില്ല. അതിന് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇറ്റ് ഇസ് എ ബിഗ് നോ. നോ തന്നെയാണ്, സംശയമൊന്നുമില്ല. മൂന്നാമത്തെ നമ്മളൊക്കെ കൂടിയിരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ആഹാരവും വ്യായാമമാണ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മളെന്ത് ഞാൻ പറയാം, എന്റെ കുട്ടിക്കാലത്ത് കാണുന്ന പല സാധനങ്ങളും നമ്മളിന്ന് കാണുന്നില്ല. കാണുന്നതിന്റെ കാരണം വേറെ ഒന്നുകൊണ്ടല്ല. ഇപ്പൊ നമ്മുടെ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഉച്ചയ്ക്ക് ചോറ്റുപാത്രത്തിന്റെ അകത്ത് നമ്മൾ ചീരത്തോരനോ പിണ്ടിത്തോരനോ ഇട്ട് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടുകാരെല്ലാവരും കളിയാക്കും. നിനക്കിതല്ലേ ഉള്ളു കഴിക്കാൻ, വേറെ ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന ഉപദേശം നമ്മൾ പറയുന്നത് അതാണ്. നമ്മൾ മാറി, നമുക്ക് ഇതൊന്നും വേണ്ട നമുക്കിന്ന്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പല സാധനങ്ങളും നമ്മൾ അറിയാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനത് എടുത്തു പറഞ്ഞ സാധനം പറയാറുണ്ട്. നമ്മൾ എന്ത് പറയാം, അവിയൽ എടുത്താൽ മതി. അപ്പൊ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യ സാധനങ്ങളിൽ ഒന്ന് നമ്മൾ ആന്റി ഓക്സിഡൻസ്, അതായത് നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പല സിറ്റുവേഷനിലും അതിനെ തിരിച്ച് നോർമൽ ഡയറക്ഷനിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനം ആന്റി ഓക്സിഡൻസ് സാധനങ്ങൾ. അത് നമുക്ക് അവിയലെടുത്ത അവിയലിൽ മഞ്ഞളുണ്ട്, അവിയലിൽ കരിവേപ്പിലുണ്ട്, നമുക്ക് ഇടാവുന്ന ചില ഇലവർഗ്ഗങ്ങളുണ്ട്. ഓൾ ആർ ആന്റി ഓക്സിഡൻസ്. അത് നമ്മുടെ ഭാഗമാണ്. കിഴങ്ങുകൾ കാണും. ആ കിഴങ്ങുകൾ ദേവാൾക്കാണെങ്കിൽ വെരി ഹൈ ഫൈബേഴ്സ്, ധാരാളം നാരുകളാണ്. അത് നമ്മൾ അറിയാതെ എന്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സാധനം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടന്റ് ഈസ് സോ ഹൈ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതൊന്നും കഴിക്കാതെ മഞ്ഞളിന്റെ ക്യാപ്സ്യൂൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ മഞ്ഞൾക്ക് ആന്റി ഓക്സിഡൻസ് എന്തെങ്കിലും ഞങ്ങൾ കഴിക്കണം, വൈറ്റമിൻ സി ഹൈ ലെവൽ കഴിച്ചാൽ പോലെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് അതേ സമയത്ത് നമ്മുടെ ആഹാരം മുഴുവൻ മാറുകയാണ്. ഇത് നമ്മുടെ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ പല ഇതായിട്ട് തരഞ്ഞിരിക്കും നമ്മുടെ പ്രശ്നക്കാരൻ. അപ്പൊ അതിൻ്റെ അകത്ത് കൊഴുപ്പും കാര്യമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും വ്യായാമം കഴിക്കുകയും അതുവഴി അമിതവണ്ണം ക്യാൻസറിന്റെ ഒരു പ്രധാന പ്രശ്നമാണ്. ക്യാൻസർ മാത്രമല്ല, നേരത്തെ തിരിഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞാല് എല്ലാം ഹൈപ്പർ ടെൻഷൻ, BP, ഷുഗർ, കാർഡിയക് പ്രോബ്ലംസ്, സ്ട്രോക്ക്, ഇവയെല്ലാം ഒബിസിറ്റി ഇസ് ദി ബേസ്. അപ്പൊ ആ ഒബിസിറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് കൊഴുപ്പ് ആഹാരം കഴിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഭാഗം എന്താ വെച്ചാൽ വ്യായാമമില്ല. നമ്മളിന്ന് കളിക്കാൻ വേണ്ടി കളിക്കുന്ന കുറച്ച് പേര് കാണും. അവര് ഒരു പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറയാം, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ചെയ്യുന്ന പോലെ കളിക്കുന്ന നമ്മുടെ പ്ലേയിങ് ആൻഡ് എൻജോയിങ്, അതായത് നമ്മൾ കളിച്ച് രസിച്ചുകൊണ്ട് കളിക്കുന്ന ഒരു പ്രായമുണ്ട്. ഇന്ന് ആ പ്രായത്തിൽ നമ്മൾ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് എൻട്രൻസ് എഴുതാൻ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വെക്കേഷനിൽ നടക്കുകയാണ്. വെക്കേഷൻ ഇല്ലാതെ ഇതെല്ലാം വരുമ്പോഴത്തേക്കും ഒബിസിറ്റി. അതായത് നമ്മുടെ കണക്ക് തന്നെയാണ്. അതായത് നമ്മുടെ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ ഈ നെക്സ്റ്റ് ജനറേഷനിൽ വെയിറ്റ് ഈസ് ഹയർ ചില കുട്ടികളുടെ. അതിന്റെ സമസ്യ പലതുണ്ട്. ക്യാൻസറിൽ ഇരിക്കുമ്പോഴത്തേക്കും ആദ്യമേ തുടങ്ങുന്നത് ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടാണ്. തനാർബൂദം, ഗർഭാശയ ക്യാൻസറുകൾ ഒക്കെ ഇതായിട്ട് കണക്റ്റഡ് ആണ് വിത്ത് ഒബിസിറ്റി, ലോട്ട് ഓഫ് ഡിസീസസ്. അപ്പൊ നമുക്ക് ആഹാരം മാറ്റി മറിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ നാരില്ലാത്ത ഭക്ഷണം, അതായത് നാര് കുറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസറാണ് കുടലിലെ ക്യാൻസറുകൾ. ഇതിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാല്, നമുക്ക് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ വളരെ അപൂർവമായിട്ട് കാണുന്ന ചില ക്യാൻസറുകൾ ഉണ്ടായിരുന്നു. കുടലിലെ ക്യാൻസറുകള്, ലിവർ ക്യാൻസറുകള്, ഇതൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പുരുഷന്മാർ, ഇതൊക്കെ
അന്ന് വല്ലപ്പോഴും ഒക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് കേരളത്തിൽ കൂടി വരുന്ന ക്യാൻസറുടെ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കൊളറക്ടൽ ക്യാൻസേഴ്സ് ആണ്, വൻകുടലിലെ ക്യാൻസറുകളാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാസ് ചേഞ്ച്. നമ്മുടെ ആ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണക്കുകളെല്ലാം വികസിത രാജ്യങ്ങളെ കണക്കുകൾ. കേരളമാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയല്ല, കേരളമാണ്. കാരണം ഇത് മാറ്റം ഏറ്റവും കൂടുതൽ ഒതുക്കുന്നത് കേരളത്തിലാണ്. നമ്മൾ ഈ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് മാത്രം എളുപ്പം ജീവിക്കുന്നവർ കാണും. പക്ഷെ കുറച്ച് നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ പഴയ ട്രഡീഷൻ ദേ മെയിൻറ്റെയിൻ, ഫുഡ് ഹാബിറ്റ്സ്, എവറിത്തിങ് ദേ മെയിൻറ്റെയിൻ. നമുക്കില്ലാതെ നമുക്ക് കാസർഗോഡ് പോലെ കന്യാകുമാരി വരെ എവിടെ ചെന്നാലും വിൽ ബി സീയിങ് ദ സെയിം ടൈപ്പ് ഓഫ് ചേഞ്ച്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടി വരുന്ന ലിസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ക്യാൻസർ കൊളറക്ടൽ ക്യാൻസേഴ്സ് ആണ്. അപ്പൊ ആ ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കേരള കണക്കുകളെല്ലാം നമ്മുടെ വികസിത രാജ്യങ്ങളുടെ കണക്കുകളോട് തുല്യമാണ്. ബാക്കി സ്റ്റേറ്റുകൾ അങ്ങനെയല്ല. ആ വ്യത്യാസം നമുക്ക് നല്ലപോലെ ഉണ്ട്. അപ്പൊ ആ ഒരു ഭാഗം, അതായത് നമ്മൾ നാരുള്ള ഭക്ഷണം കുറഞ്ഞു പോകുന്നു, കൊഴുപ്പ് നമ്മൾ ധാരാളം കഴിക്കുന്നു, വ്യായാമം നമുക്കില്ല, നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് തല കൊടുക്കുകയാണ്. ഞങ്ങൾ ഇതിലേക്ക് പറയാറുണ്ട്. അതായത് ഇപ്പൊ ഞാൻ 2 സ്ഥലം ഞാൻ പറയാം, എറണാകുളം, കോഴിക്കോട്. രാത്രിയൊക്കെ എനിക്കൊന്ന് 11-12 മണി ആയി കഴിഞ്ഞാലും മുമ്പിലിരിക്കുന്ന 8-10 പ്ലേറ്റുമായിട്ട് ഇരുന്ന് കഴിക്കുന്ന യങ്സ്റ്റേഴ്സിനാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം ഇങ്ങനത്തെ ഐറ്റംസ് ആണ്, ഇതുപോലത്തെ ഐറ്റംസ് ആണ്. ഞാൻ തമാശയ്ക്ക് ഒരു കാര്യം കൂടെ പറയാറുണ്ട്. ഇതുപോലെ ഞാൻ എപ്പോഴും കോഫി ഹൗസിൽ പോകുന്നതാണ്. ഞാൻ എവിടെയെങ്കിലും കോഫി ഹൗസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കയറി കഴിക്കുന്നത്. ഇതുപോലെ ഹരിപ്പാടൊരു കോഫി ഹൗസിൽ പോയ സമയത്ത് ആ കോഫി ഹൗസ് ഉദ്ഘാടനം തന്നു ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വ്യക്തി ഇരിപ്പുണ്ട്, നല്ല തടിയുണ്ട്. അദ്ദേഹം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ അദ്ദേഹം മുമ്പിൽ പൊറോട്ട ഉണ്ട്, ഒരു ബാക്കി 3-4 ഐറ്റംസ് ബീഫ്, അങ്ങനെ വലിയ ഐറ്റംസ് 4-5 ഐറ്റം മുമ്പിൽ ഇരിപ്പുണ്ട്. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഓരോരോ കവർ എടുക്കുകയാണ്. ഓരോ കവറിൻ്റെ അകത്ത് ഓരോ ഗുളികയുണ്ട്. അപ്പൊ ഞങ്ങൾ അപ്പുറത്തിരിക്കുകയാണ്. അപ്പൊ ആ ഗുളികയിൽ ഒരെണ്ണം തീർച്ചയായും ഷുഗറിന്റെ ആയിരിക്കും, ഒരെണ്ണം കൊളസ്ട്രോളിന്റെ ആയിരിക്കും, ഒരെണ്ണം പ്രഷറിന്റെ ആയിരിക്കും. ഇതെല്ലാം കഴിച്ചതിന് ശേഷം അദ്ദേഹം കഴിക്കാൻ പോകുന്ന സാധനങ്ങളുടെ മുമ്പിലിരിക്കുന്നു. അപ്പൊ നമ്മൾ തിരിഞ്ഞ് ഒന്ന് മനസ്സിലാലോചിച്ചു. അതായത് കോഫേഴ്സുകാരൻ ഒരു സഹായം കൂടെ അവിടെ ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. ഇത് ഗുളികയൊക്കെ അകത്തേക്ക് വാങ്ങിച്ചു കൊടുത്ത് ഇതെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും സമയം കൂടെ ലാഭിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാമല്ലോ എന്നുള്ളതാണ്. ഇതാണ് മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. മലയാളികളെ ഏത് ലെവൽ വരെ വേണമെങ്കിലും മരുന്ന് കഴിക്കാൻ തയ്യാറാണ്, പക്ഷേ ജീവിതശൈലി മാറ്റാൻ മലയാളി തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത് ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ഇന്ന സാധനം കഴിക്കണം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞത് കേട്ട് പോയി കഴിഞ്ഞാൽ നാരായണൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഉള്ള ഒരു ഫുഡ് കഴിച്ചിട്ട് നാരായണനൊക്കെ മാറ്റി വെച്ചിട്ട് കഴിച്ചിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന ഭാഗങ്ങൾ. തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ ഈ കഴിക്കുന്ന പഴവും പച്ചക്കറിയും മരങ്ങളും ഒക്കെ വിഷമല്ല എന്ന് ചോദിക്കും. പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, തീർച്ചയായും പ്രശ്നമുണ്ട്. അതായത് നമുക്ക് അതിന് ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമ്മളത് ഇത് ആഹാരം അല്ലെങ്കിൽ ഇപ്പൊ ഈ പഴം പച്ചക്കറിയും കഴിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് നമുക്കിനെ കാണിക്കാൻ സാധിക്കില്ല. അതിങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം അത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനേക്കാൾ നമുക്ക് മെച്ചങ്ങളുണ്ട് ഇത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു തെറ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കിതെല്ലാം കളഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതായത് നമ്മള് ഇവിടെ പറയും നമ്മള് ഈ ചേർക്കുന്ന നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ വളങ്ങളും അതുപോലെ കീടനാശിനികളൊക്കെ തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൃഷിക്കാരാണ്, എത്രമാത്രം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്ന പ്രശ്നം. കാരണം അതൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് എപ്പോഴും. എന്നാലും നമുക്ക് തീർച്ചയായും അത് നിയന്ത്രിക്കാൻ സാധിക്കും. കാരണം അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ അതൊരു കാരണമായിട്ട് പച്ചക്കറി കഴിക്കാതിരിക്കുന്ന കാരണമായിട്ട് പറ്റില്ലെന്ന് ഞാൻ പിന്നെ വേണ്ടി പറയാം. അതല്ല, അങ്ങനെയല്ല. പക്ഷെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന നല്ല തന്നെയാണ്, തീർച്ചയായും നല്ലതാണ്. അപ്പൊ നമുക്ക് കഴിക്കേണ്ട ആഹാരത്തിന് നമുക്ക് സാധാരണ വേണ്ടി വരുന്ന ചില നമുക്ക് ആവശ്യം തീർച്ചയായും നമുക്ക് ആവശ്യമായിട്ടുള്ള കാലറീസ് വേണം, ആവശ്യമായിട്ടുള്ളത് പ്രോട്ടീൻസ് വേണം, അതുപോലെ നമുക്ക് വേണ്ട പല വസ്തുക്കളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇതിന് നമുക്ക് എടുക്കുമ്പോൾ ചോദ്യം വരും, അതായത് അങ്ങനെയാണെങ്കിൽ ക്യാൻസർ തടയാൻ എന്തൊക്കെ കഴിക്കണം അതാണ് ചോദ്യം വരുന്നത്. അവിടെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഉത്തരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ആന്റി ഓക്സിഡൻസ് ഇതുണ്ട്. അതായത് നമ്മുടെ
നമുക്ക് വൈറ്റമിൻസ് വേണം, നമുക്ക് മിനറൽസ് വേണം, കാലറീസ് വേണം. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഘടകങ്ങൾ, ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ്. ഫൈറ്റോ കെമിക്കലും ഫൈബറുമാണ് നമ്മുടെ ക്യാൻസർ തടയാൻ രണ്ട് ഘടകങ്ങൾ. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഏകദേശം 1000ഓളം ആഹാര സാധനങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കളഞ്ഞിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഈ ഫൈറ്റോ ഫൈബേഴ്സ് ഉള്ള സാധനങ്ങളാണ്. അതാണ് നമുക്ക് പറ്റിയൊരു അബദ്ധം. ഇപ്പോൾ ഫൈറ്റോ കെമിക്കൽസ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവർ വലിയ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ തരുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങള്, പഴവർഗ്ഗങ്ങള്, ഇലകള്, ടൊമാറ്റോ, ഹോൾ ഗ്രെയിൻ, ഗ്രീൻ ടീ, സോയ, അതൊക്കെ നമുക്ക് ആവശ്യത്തിലധികം ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് തരുന്ന ക്യാൻസറെ തരുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയേ മതിയാവുന്ന പറയും. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്ന് പറയില്ല, കഴിക്കാനുള്ള പ്രശ്നങ്ങൾ ചില അറിഞ്ഞിരിക്കണം. നമുക്ക് നമ്മുടെ ഈ ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം നമ്മുടെ ഫാറ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഫാറ്റ് ഗ്രൂപ്പിൽ വരുമ്പോഴേ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, നമുക്ക് ട്രാൻസ്ഫോർഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടാകുന്നില്ല. അതായത് നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത കൊഴുപ്പ് കുറച്ചുണ്ട്, നമുക്ക് പ്രശ്നങ്ങൾ ഉള്ള കൊഴുപ്പുകളാണ് കൂടുതൽ. നമ്മൾ കഴിക്കുന്ന ആഹാര ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതലുള്ള കൊഴുപ്പാണ് കൂടുതൽ. നമ്മളെ ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഹൈലി ഫ്രൈഡ് ഐറ്റംസ്, എണ്ണയിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഹൈ ഐറ്റംസ്, നമ്മൾ പറയുന്ന നമ്മുടെ തട്ടുകളിൽ ഇപ്പോൾ കഴിക്കുന്ന ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന നേരത്തെ ഫാസ്റ്റ് ഫുഡിൽ പോയി നമ്മൾ കഴിക്കുന്ന സാധനം ലിസ്റ്റ് പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഈ നോൺ എസെൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നക്കാരായ ഫാറ്റി ആസിഡ് ലിസ്റ്റ് ആയിരിക്കും. ക്രീമുകളും സൂപ്പുകളും ഇങ്ങനത്തെ പല പല സാധനങ്ങളും. അവിടെയാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതെല്ലാം നമുക്ക് അവസാനം ചെന്നെത്തുന്നത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പോയി അവസാനം പറയുന്നത് ഒബിസിറ്റിയാണ്. ഹൈ കാലറിയിലേക്ക് ചെന്ന് അതിൻ്റെ ഒബിസിറ്റി അവിടെ ചെല്ലുന്നില്ല. അതേ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് നമ്മളതിൽ മാറിപ്പോവാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ല പ്ലേറ്റ് ഇന്ന് എനിക്ക് നാരായണൻ്റെ പ്ലേറ്റിൽ അത് പ്ലാൻ ചെയ്യണമെന്ന് നാരായണൻ പറഞ്ഞത് നമ്മുടെ കഴിക്കുന്ന പ്ലേറ്റിൽ 50% നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഇലകളുമായിരിക്കണം. ഏത് രൂപത്തിലാണെങ്കിലും 25% is grain of your choice, അരി ഗോതമ്പ് എന്തുണ്ടെങ്കിലും ആകാം, ആൻഡ് 25% is protein of your choice. അപ്പൊ ആ പ്ലേറ്റിന്റെ ഇതാണ്. നാരായണ പ്ലേറ്റിൽ വരച്ചിട്ടോ എനിക്ക് അറിയില്ല, പക്ഷെ നമ്മുടെ പ്ലേറ്റിൽ ഈ വര പ്രധാനമാണ്. അതായത് ഉപയോഗിക്കുന്ന പ്ലേറ്റിന്റെ 50% is with ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീവ്സ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പൊ സാധാരണ ചോദ്യങ്ങൾ വരും, നമുക്ക് എന്ത് കഴിക്കാം, എങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെ കഴിക്കാം. അത് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു 3-4 പ്രാവശ്യമെങ്കിലും പല രൂപത്തിലായിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ദേ ഷുഡ് ബി ഇൻ യുവർ ബോഡി. നമ്മുടെ പ്രധാന പ്രശ്നം നമ്മൾ എപ്പോഴും പറയും സായിപ്പ് നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് സായിപ്പ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ സായിപ്പ് കഴിക്കുമ്പോഴേ സായിപ്പ് എന്ത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സായിപ്പിന് ഇതിന് മുമ്പ് സാലഡ് എന്ന രൂപത്തിൽ എല്ലാം കാണും. ഇത് കാണാം, സായിപ്പ് എല്ലാ ഇലകളും പഴങ്ങളും പച്ചക്കറികളും. നിങ്ങൾ ഈവൻ ഗോ ടു എനി ഓഫ് ദി യു എ പോയി കഴിഞ്ഞാൽ ഇത്രമാത്രം ലീവ്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്ന സ്ഥലം കാണില്ല ബിഫോർ ദേ ടേക്ക് എനിത്തിങ്, അല്ലേ? അപ്പൊ അത് പക്ഷെ നമുക്ക് ഫ്രൂട്ട്സ് ഇല്ല, നമുക്ക് സാലഡ്സ് ഇല്ല, ഒന്നുമില്ല. നമ്മുടെ സാലഡ്സ് നമ്മുടെ എന്ന് പറയാൻ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു, ഈ അവിയലും തോരനും ചീരയും അതൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി അവർ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയും അവര് പ്രൊട്ടക്ഷന് വേണ്ടി കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദാറ്റ് ഈസ് അവർ ഫോൾട്ട്. അപ്പം തീർച്ചയായും നല്ലത് വെജിറ്റേറിയൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. നോൺ വെജ് കഴിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ കഴിക്കുകയാണെങ്കിൽ ധാരാളം പഴങ്ങൾ കഴിക്കാൻ സാധിക്കും. നോൺ വെജിൽ നമ്മൾ അലവ് ചെയ്യുന്നത് യൂഷ്വലി ഫിഷാണ്. മീൻ, ചെറിയ മീനുകൾ കഴിച്ചോളാൻ പറയും. ചിക്കൻ വൺസിൻ്റെ വല്ലപ്പോഴും കഴിക്കാൻ പറയും. മട്ടൺ വളരെ 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 വിരളമായിട്ട്. പക്ഷെ നമ്മുടെ പുതിയ ജനറേഷൻ നോക്കാൻ ആവശ്യമില്ല. ഈ മൂന്നൊന്നുമല്ല, അതിൻ്റെ മുകളിലുള്ള പല സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ തമാശക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ആ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ്വദിച്ചാൽ മതിയെങ്കിൽ വേറെ ആരെങ്കിലും കഴിക്കുന്നത് പോയി കണ്ടുകൊണ്ടിരുന്ന് ആസ്വദിക്കുക, സ്വയം ഭക്ഷിക്കാതെ. ഇപ്പൊ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം അതാണ്. അതായത് നമുക്ക് കഴിക്കണ്ട, പക്ഷെ ഒരാളെ കഴിക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് അതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നീ മറ്റയാളെ വിജയത്തിൽ സന്തോഷിക്കണം, മറ്റയാളെ കുട്ടി വളർന്നു വരുമ്പോൾ അതേപോലെ മറ്റയാൾ കഴിക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം.
അങ്ങനെ ഒരു തത്വം മാത്രം എടുത്തുകൊണ്ട് മാത്രം നമ്മൾ സമ്മതിക്കുകയുള്ളൂ. അതാണ് ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഒന്നും ആലോചിക്കണ്ട. നോ ടൊബാക്കോ, നോ ആൽക്കഹോൾ, ചേഞ്ച് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ പ്ലസ് എക്സസൈസ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ 30% നമുക്ക് തടയാൻ സാധിക്കുമെങ്കിൽ വൈ കോണ്ട് യു ഡു ദാറ്റ്? എന്തുകൊണ്ട് നമുക്ക് ഇത് ശ്രമിച്ചുകൂടാൻ? നമ്മുടെ ഏറ്റവും വലിയ മുമ്പിലത്തെ ചോദ്യം തന്നെയാണ്. അതിൻ്റെ ഒരു ശ്രമമെങ്കിലും നമ്മൾ ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 75 വയസ്സ് 80 വയസ്സോടെ അല്ല പറയേണ്ടത്. ഇറ്റ് ഷുഡ് ബി ടു ചിൽഡ്രൻ. ആരംഭിച്ചാൽ മാത്രമേ അടുത്തൊരു ജനറേഷൻ നമുക്ക് രക്ഷപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻ റിയൽ ഡീപ് ട്രബിൾ. നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതായത് ക്യാൻസർ കൂടി വരികയാണ്. നമ്മൾ ഓരോ ദിവസം ഇവിടെ കടന്നു പോകുമ്പോൾ കേരളത്തിൽ 120+ ന്യൂ കേസാണ്. 170 പുതിയ ക്യാൻസറുകളാണ് ഓരോ വർഷവും ഉണ്ടാകുന്ന വർധനവും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇത് നമ്മൾ തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ഗോ ഔട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ്. എത്രമാത്രം ആശുപത്രികൾ വന്നാലും എത്രമാത്രം ഡോക്ടർമാരുണ്ടെങ്കിലും യു ആർ നോട്ട് ഗോയിങ് ടു കിൽ ദിസ് ഡിസീസ്. അതേപോലെ പ്രധാനമാണ് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. അവിടുത്തെ കണക്ക് ഇതുപോലെയാണ്. അതായത് 30% ക്യാൻസറുകൾ നമുക്ക് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തനാർബുദാണ്, ബ്രസ്റ്റ് ക്യാൻസറാണ്. ഇന്ന് കേരളത്തിലെ സ്ത്രീകളിലെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസർ. ഞങ്ങളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 3-1 സ്ത്രീ ക്യാൻസറുമായിട്ട് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറായിട്ടാണ് സ്ത്രീ. അതേപോലെ ഒരു ആയുഷ്കാലത്ത് 22 സ്ത്രീകളിൽ 1 സ്ത്രീക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. 1 out of 22. നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 അവസാനമാകുമ്പോഴത്തേക്കും കേരളം ഓരോ വർഷവും ഏകദേശം 8500 ന്യൂ കേസസ് ആണ് പറയുന്നത് ഉണ്ടാകുന്നതാണ്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അവിടെ ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ കണക്കുകൾ പലപ്പോഴും ഈ നമ്പർ അതായത് വികസിത രാജ്യങ്ങളിൽ ചിലപ്പോൾ ഈ കണക്കുകൾ കാണും, നമ്പേഴ്സ് കാണും. പക്ഷേ അവിടെ വരുന്നവരിൽ ഒരു 60-70% ദേ ആർ ഏർലി സ്റ്റേജ്, പ്രാരംഭ ദശയിലാണ് വരുന്നത്. അതുകൊണ്ട് ദേ ഗെറ്റ് ക്യൂർഡ്, അവർ രക്ഷപ്പെടും. നമ്മുടെ ഇവിടെ വരുന്നതിന് നേരെ തിരിച്ചാണ്. 25-30% താഴെയാണ് ഏർലി ഡയഗ്നോസ് കേസസ്. ബാക്കി എല്ലാം അഡ്വാൻസ് സ്റ്റേജാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 60-70% ആണ്. അപ്പോൾ നമ്മൾ അവിടെ പറ്റുന്ന തെറ്റതാണ്. അതായത് നമ്മൾ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നതേ ഇല്ല. ഞാനിപ്പോൾ ഇവിടെ ചോദിക്കാം, നിങ്ങളിവിടെ ഇരിക്കുന്ന സ്ത്രീകൾ എത്ര പേര് മാമോഗ്രാം ചെയ്തിട്ടുണ്ട്? വളരെ കുറച്ച് കൈകൾ പോകുമ്പോഴുള്ളൂ, കുറച്ച് കൈകൾ പോകുള്ളൂ. ബാക്കി ആരും ചെയ്യും. അത് പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും പറയാം. ഒന്ന് ആക്സെപ്റ്റ് നമുക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുന്നില്ല. ഞാൻ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ പ്രധാനമാണ് എബോവ് ദി ഏജ് ഓഫ് 40 years you have to go for a mammogram. അപ്പോൾ നമ്മൾ അത് മിസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിലെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകൾ തലമുറ കണ്ടുപിടിക്കാൻ സാധിക്കും, ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, വായിക്കാൻ തുടങ്ങിയ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, വൻകുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. 5 ക്യാൻസർ നമ്മുടെ കീഴ്പ്പെടുക. അതായത് നമ്മുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 30%. അപ്പോൾ 50% ക്യാൻസറുകളെ നമുക്ക് തടയാനോ അല്ലെങ്കിൽ പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസർ കണ്ടുപിടിക്കാനോ തടയാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നമുക്ക് അസുഖം വന്നാൽ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കാം, ഏറ്റവും നല്ല ആശുപത്രി ഏതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുക. അവിടെയാണ് നമുക്കുള്ള പരാജയം. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം, ഇത് ചെയ്യാൻ സാധിക്കണം. ഇതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറെ കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒന്ന്, എല്ലാ സ്ത്രീകളും മാസ്ക് ധരിക്കണം, സ്വന്തം സ്ഥലം പരിശോധിക്കണം. യു ഹാവ് ടു എക്സാം എസ്പെഷ്യലി അബൌട്ട് ദി ഏജ് ഓഫ് 20 years, 20 വയസ്സിന് മുകളിലുള്ള 40 വയസ്സിന് മുകളിലുള്ളവര് യു ഹാവ് ടു ഗോ ഫോർ ആൻ ആനുവൽ മാമോഗ്രാം. വർഷം എടുക്കുന്ന മാമോഗ്രാം, എക്സ്റേ മാമോഗ്രാം എടുക്കണം. 20-40 മണിക്ക് എക്സ്റേ മാമോഗ്രാം വേണ്ട, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ MRI മാമോഗ്രാം. അതുപോലെ വർഷത്തേക്ക് ഡോക്ടറെ കൊണ്ട് പരിശോധിക്കാൻ പറയും അബൌട്ട് ദി ഏജ് ഓഫ് 40 years. മെച്ചം എന്താ വെച്ചാല് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വിജയസാധ്യത 100%. ക്യൂറബിൾ ക്യാൻസർ. ഞാൻ നേരത്തെ പറഞ്ഞ ലങ് ക്യാൻസർ നോട്ട് ക്യൂറബിൾ ആണ്, ബട്ട് പ്രിവെന്റബിൾ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റബിളും ആണ് ഒരു പരിധി വരെ, ബട്ട് ഇറ്റ്സ് എ ക്യൂറബിൾ ക്യാൻസർ. അങ്ങനെ അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അത് പ്രാരംഭദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും.
പ്രാരംഭവശാൽ കണ്ടുപിടിച്ച് യു ഹാവ് ടു ഗോ ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ക്യൂർ റേറ്റ് 100%. അത് ഒരു ഭാഗമാണ് ഇത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക മതിയാവും. ഗർഭാശയ ക്യാൻസർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യാൻസർ ഉള്ള ഒരാളെ മാത്രമല്ല, ഈ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരാളെ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ ഭക്ഷണത്തിന് മുമ്പ് സിമ്പിൾ ടെസ്റ്റ് കോൾഡ് ആസ് പാസ്മിയർ. പാസ്മിയർ നിങ്ങൾ ഏത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, ഏത് മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും ഗൈനക്കോളജിനെ പറയുന്നത് പാസ്മിയർ ആയിക്കഴിഞ്ഞാൽ ദിവസം പാസ്മിയർ. അപ്പൊ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 20-21 വയസ്സ് തൊട്ട് യു ഹാവ് ടു ഗോ ഫോർ പാസ്മിയർ എക്സാമിനേഷൻ. അത് 1 in 3 years മതി. അതിന്റെ കൂടെ ഒരു ടെസ്റ്റും കൂടെ ചേർത്ത് ചെയ്യാം. അതായത് HPV DNA എന്ന് പറയുന്നത് കൂടെ ചെയ്യുകയാണെങ്കിൽ 1 in 5 years. ഇത് രണ്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 2 വാക്സിൻസ് ഉണ്ട്, പൊതുവെ കുത്തിവയ്പ്പുണ്ട്. രണ്ടും ആന്റി ക്യാൻസർ വാക്സിൻസ് അല്ല. നമ്മൾ ആന്റി ക്യാൻസർ വാക്സിനെ വായിച്ചിട്ടുണ്ട് പഠിച്ചത്. പക്ഷേ ഈ രണ്ടും ആന്റി ക്യാൻസർ വാക്സിൻ അല്ല, പക്ഷെ ക്യാൻസർ ഉണ്ടാക്കുന്ന 2 വൈറസുകൾക്കെതിരെയുള്ളതാണ്. അതിൽ ഒരെണ്ണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അതായത് ഗർഭാശയ ക്യാൻസറിന്റെ കാരണക്കാരായ HPV വൈറസ് ആണ്. അതിനെതിരെ നമുക്കൊരു വാക്സിനേഷൻ ഉണ്ട്, കോളേജ് HPV വാക്സിനേഷൻ. അത് എടുക്കേണ്ടത് പെൺകുട്ടികളാണ്. 10 വയസ്സിനും 26 വയസ്സിനുള്ള പെൺകുട്ടികൾ എടുക്കേണ്ട കുത്തിവയ്പ്പാണ്. നമുക്ക് 2-3 വാക്സിൻസ് ഉണ്ട്. സിംഗിൾ ഡോസ് ഉണ്ട്, 2 ഡോസിന്റെ ഉണ്ട്, 3 ഡോസിന്റെ ഉണ്ട്. പക്ഷേ HPV വാക്സിനേഷൻ വിൽ ഹെൽപ്പ് യു ടു പ്രിവെന്റ് ആൻ HPV ഇൻഫെക്ഷൻ. അങ്ങനെ ഈ ക്യാൻസർ സാധ്യത കുറയ്ക്കുകയാണ്. രണ്ടാമത്തത് ലിവർ ക്യാൻസറിന്റെ കാരണക്കാരായ ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആണ്. അതിനാണ് കുത്തിവയ്പ്പുണ്ട് HPV വാക്സിനേഷൻ. അതും എടുക്കണം, അത് എല്ലാവരും എടുക്കേണ്ടതാണ്. ഈ കണക്ക് പറയാൻ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നത് എന്താ വെച്ചാല്, നമ്മള് പണ്ട് വിചാരിച്ചിരുന്നു സിറോസിസ് ലിവറും ലിവർ ക്യാൻസറും ഒക്കെ വരുന്നവരിൽ കൂടുതൽ പണ്ട് ആൽക്കഹോളിക്സ് ആയിരുന്നു, അതായത് മദ്യപാനികളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കണക്കുകളിലേക്ക് മാറി മാറി വരുന്നത് നോൺ ആൽക്കഹോളിക്സ് ആണ്. അതായത് മദ്യപാനം ഇല്ലാത്ത ഫാറ്റി ലിവർ ഗോയിങ് ഫോർ എ കൺവേർഷൻ. ഇതാണ് നമ്മളിപ്പോഴത്തെ 40 to 50% ക്യാൻസേഴ്സ്, ലിവർ ക്യാൻസറിൽ ആ ഗ്രൂപ്പാണ് നമ്മുടെ റിലേറ്റഡ് ടു എ ഡയറ്റ്. നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരുന്ന പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഇത് നമുക്ക് തടയാനുള്ള മാർഗങ്ങളൊരു ഭാഗമാണ്. പ്രാരംഭത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമം. അപ്പൊ നമ്മൾ യു ഹാവ് ടു ഗോ ഫോർ ദാറ്റ്. നമ്മൾ ചെയ്യണം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതുപോലെയാണ്. അതായത് എബോ 50 years പുരുഷന്മാരില് നമുക്ക് രാത്രി വെള്ളാഴ്ച കഴിഞ്ഞ് മൂത്രമൊഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഓരോ വർഷം മൂത്രം പോയിട്ടില്ലെന്ന് തോന്നുക, വിട്ടുവിട്ട് പഴുപ്പിന്റെ പ്രശ്നം ഉണ്ടാകും, രക്തസ്രാവം ഉണ്ടാകും. നമുക്ക് സിമ്പിൾ ടെസ്റ്റ് PSA ടെസ്റ്റ് ആണ്. അതായത് എബോ ദി ഏജ് ഓഫ് 50 years 50 വയസ്സിന് മുകളിലുള്ളവര് യു ഹാവ് ടു ഗോ ഫോർ ആൻ ആനുവൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ബ്ലഡിൽ. അതിന് കുറെ അങ്ങോട്ട് കൂടുതൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഡോക്ടേഴ്സ്, അത് വേണോ ചെയ്തിട്ട് പർപ്പസ് ഉണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ യു ഹാവ് ടു ഗോ ഫോർ ഡയഗ്നോസ് ഉള്ളൂ. സ്വയം തീരുമാനം എടുക്കും, എനിക്ക് പൈൽസ് ആണ്. നമ്മൾ ആ പൈൽസിന്റെ ചികിത്സ സ്വയം തീരുമാനിക്കും. ആ പഴയ ചികിത്സയുമായിട്ട് കോഴിമുട്ട മാറ്റി താറാമുട്ട കഴിക്കണം, അല്ലെങ്കിൽ താറാമുട്ട കഴിക്കരുത്, ഇങ്ങനെയൊക്കെ നമ്മൾ സ്വയം തീരുമാനമെടുത്ത് നമ്മൾ ഈ പൈൽസ് നമ്മുടെ നടക്കും. പക്ഷെ പലപ്പോഴും ആ പൈൽസ് വരുന്ന സമയത്ത് അകത്ത് കുടലിന്തൊരു ക്യാൻസർ കാണും. ആ ക്യാൻസറിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ആയിരിക്കും പലപ്പോഴും ഈ പൈൽസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഉപദേശം അറിഞ്ഞോ അറിയാതെയോ മനസ്സിലൂടെ രക്തം മുന്നോട്ട് പരിശോധിക്കണം. കൊളോണോസ്കോപ്പി സ്കോപ്പി ചെയ്യാൻ പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് ഞാൻ പലപ്പോഴും ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കോളെങ്കിലും വരും, അതായത് സാറേ എനിക്കൊരു പൈൽസ് ഉണ്ടായി, സാറേ ഒന്ന് ക്ലാസ് എടുത്തുകൊണ്ട് വന്നായി, ഞാൻ പോയി നോക്കി എനിക്കൊരു കോളറക്ടൽ ക്യാൻസർ ക്യൂറബിൾ. അപ്പൊ നമുക്ക് ഈ സ്വയം തീരുമാനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരാൾ പറഞ്ഞു ഇത് ചിന്ന സ്ഥലത്ത് പോയാൽ ഇത് മതി, അത് ഒറ്റമൂലികളൊക്കെയാണ് വയ്ക്കും. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞങ്ങൾ കഥകൾ പറഞ്ഞു ഇരിക്കേണ്ടി വരും. ഓതി കെട്ടിയാൽ ക്യാൻസർ മാറിയിരിക്കുന്ന ആൾക്കാർ, അതുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഒറ്റ നേരം ഒരു ജ്യൂസ് കുടിച്ചാൽ മതി ക്യാൻസർ മുഴുവൻ മാറിയിരിക്കുന്ന ആൾക്കാർ. ഹിമാലയത്തിൽ നിന്ന് ഉപ്പ് കൊണ്ടിട്ടാൽ ഉപ്പിനുള്ള മറ്റേ വായു മതി ക്യാൻസർ മാറാനായിട്ട്. പിന്നെ കോയമ്പത്തൂർ അടുത്തുണ്ട് സ്ഥലമുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് അസുഖം വന്ന ഒരു വ്യക്തി കുറെ ചീര കഴിച്ചുകൊണ്ടോ പച്ചക്കറി കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ മുളഞ്ഞൊക്കെ കഴിച്ചിട്ടോ ഒന്നും ക്യാൻസർ മാറില്ല. ഇതൊക്കെ പ്രിവെന്റീവ് ആണ്, തടയാനുള്ള മാർഗമാണ്. അസുഖം വന്ന ഒരു വ്യക്തി ചികിത്സിച്ച മതിയാവും. അത് അസുഖമാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. ഞാൻ ചെറിയൊരു സംഭവം ഞങ്ങളുടെ വലിയ സിദ്ധുവിനെ പറഞ്ഞിട്ട് വരികയായിരുന്നു. അത് ആദ്യം എടുത്തുള്ള സ്ത്രീയാണ്, കാര്യം കൂടിയുണ്ട്. ഇതെല്ലാം എൻ്റെ ഭാഗം. ആ പോസിറ്റീവ് സ്പിരിറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്റേഷനും യോഗയും പ്രാർത്ഥനയും
പാട്ടും വായനയും they all help to bring in the positive spirit. ഇപ്പോൾ പോസിറ്റീവ് സ്പിരിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രോഗിയെ ചികിത്സിക്കാനും എളുപ്പമാണ്, രക്ഷപ്പെടുത്താനും എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ക്യാൻസറിനെ കുറിച്ച് ആലോചിച്ച് ഓർക്കാതിരിക്കേണ്ട ഒരു അസുഖമൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയൊരു അംശങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചു, അതുകൊണ്ടാണ് കൂടുന്നത്. പക്ഷെ പാരമ്പര്യ 5-10%, ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ അപ് ടു എബൌട്ട് 10-15% അടിച്ചു. നമുക്കൊരു പടി കൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് നമുക്കങ്ങനെ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളും അതിന് കാരണക്കാരായ ജീനുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് വരികയാണെങ്കിൽ നമ്മൾ 2-3 ജീൻ നോക്കും. അത് BRCA1 ജീൻ നോക്കും. ജീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പാരമ്പര്യത്തിന് സാധ്യതയുണ്ടോ, പിന്നെ മറ്റ് ബ്രസ്റ്റ് വരാൻ സാധ്യതയുണ്ടോ, ഓവറിൽ വരാൻ സാധ്യതയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതൊരു പേര്, പക്ഷേ ഇറ്റ്സ് ഓൺലി 5-10%. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരാൾക്ക് വീട്ടിൽ ക്യാൻസർ വന്നുകൊണ്ട് ആ വീട്ടിൽ വിവാഹം കഴിക്കില്ലെന്നോ അല്ലെങ്കിൽ ആ മകളോ അല്ലെങ്കിൽ അർത്ഥമില്ല. കാര്യം ഇറ്റ്സ് ഓൺലി 5-10%. അത് എന്റെ ഫോട്ടോ തന്നെയാണ്, പക്ഷെ ആ അടിയിൽ എഴുതിക്കുന്നത് ഞാനല്ല. അതെ, അത് എങ്ങനെ പോകുന്നുണ്ട്. നാരങ്ങ വെച്ച് രാവിലെ കഴിക്കുക, ക്യാൻസർ മാറും അല്ലെ വരില്ല എന്നൊക്കെ പറഞ്ഞു. അത് തെറ്റാണ്, വെറുതെ. അതേപോലെ തന്നെയാണ് എനിക്ക് പലരും വെള്ളത്തെ വായിച്ചാലും 5 വെള്ളങ്ങളുടെ പ്രശ്നക്കാരാണ്. അതായത് പാല്, അതുപോലെ പഞ്ചസാര, ഉപ്പ്, അതൊന്നും നമുക്ക് ഇതൊന്നുമില്ല. അതിലൊന്നും ഡേറ്റ് ഒന്നുമില്ല, വെറുതെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വേറെ കാര്യമൊന്നുമില്ല. ഇല്ല ഇല്ല, എക്കൊന്നും സിംറ്റം അല്ല. നമുക്ക് ശരീരത്തിൽ എവിടെ ക്യാൻസർ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ടെസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഒറ്റ ടെസ്റ്റ് കൊണ്ട് എവിടെ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഉണ്ടായിട്ടില്ല. ചെറിയ പക്ഷെ ഒന്നും ആധികാരികമായിട്ടുള്ള ഒന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. കീമോന് എങ്ങനെയാ വെച്ചാല് നമുക്ക് ചില ക്യാൻസറുകൾ കീമോ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ സാധിക്കും. ക്ലാസിക്കൽ എക്സാമ്പിൾ ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ നമുക്ക് ട്രീറ്റ്മെന്റിലെ കീമോതെറാപ്പി മാത്രമേ വരുന്നുള്ളൂ. അത് സക്സസ്ഫുൾ അല്ലെങ്കിൽ മാത്രമേ ബാക്കിയൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ പല ക്യാൻസറുകളുണ്ട്, ലിംഫോമാസ്, നമ്മൾ കരുത്തുകളെ നമ്മൾ ഉദ്ദേശിക്കുക എന്താ വെച്ചാല് നമ്മുടെ ആ ഉള്ള ക്യാൻസർ സെൽസ് എല്ലാം നമ്മൾ ഡിസ്ട്രോയ് കളയുന്നത്, മുഴുവൻ നശിപ്പിച്ച് കളയുന്നത്. നമുക്ക് ഇതിലൊക്കെ കണക്കുകൾ എങ്ങനെയാ വെച്ചാല് ഒരു ലെവലിന് താഴത്ത് ഇതിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ശരീരം ഇട്ടേക്കാണ്. നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രതിരോധ ശക്തി ഉണ്ടല്ലോ, അത് സപ്രസ് ചെയ്യും, പിന്നെ പൊങ്ങില്ല. ഇപ്പൊ നമ്മൾ കീമോതെറാപ്പിയിലേക്ക് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് comes to a level where your own immune system can take care of them. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇത് ക്യാൻസർ കീമോതെറാപ്പി കൊണ്ട് ക്യാൻസർ ക്യൂറബിൾ ആണ്. എല്ലാ ക്യാൻസർ ക്യൂറബിൾ കീമോതെറാപ്പിയിൽ. അപ്പോൾ ഓരോ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പറഞ്ഞാൽ ഒന്ന് സർജറിയാണ്, ഒന്ന് റേഡിയേഷനാണ്, മറ്റൊന്ന് കീമോതെറാപ്പിയാണ്, ഹോർമോൺ തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് ഏത് ക്യാൻസർ ആണെന്നും ഏത് സ്റ്റേജിൽ അവരുടെ 1, 2, 3 കാര്യങ്ങൾ ആവശ്യപ്പെടും. അത് ഏതാണ് ആദ്യം, ഏതാണ് രണ്ടാമത്, ഏതാണ് നല്ലത്, അതൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെങ്കിൽ ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സർജറിയാണ്. പക്ഷെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഏർലി സ്റ്റേജിന്റെ അഡ്വാൻറ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ക്യൂർ മാത്രമല്ല, നമുക്ക് ബ്രസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്യേണ്ടി വരില്ല ഏർലി സ്റ്റേജ് ആണെങ്കിൽ. അതാണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗോയിങ് ഫോർ എ മാമോഗ്രാം. കണ്ടുപിടിച്ചാലും നമുക്ക് ആ ബ്രസ്റ്റ് അസുഖം വന്ന ഭാഗം മാത്രമായിരിക്കും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഏർലി സ്റ്റേജ് ആണ് നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഫസ്റ്റ് സർജറി ചെയ്യാം, ബാക്കിയൊക്കെ ശേഷം ഉണ്ടാവും. സപ്പോസ് അത് അഡ്വാൻസ് സ്റ്റേജ് ആണ്, സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ചിലപ്പോൾ ഓപ്ഷൻ കീമോതെറാപ്പി ആയിരിക്കും, എന്നിട്ട് ചുരുങ്ങിയതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഏത് സ്റ്റേജ്, ഏത് തരം ക്യാൻസർ അങ്ങനെ വെച്ചിട്ടൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ കോംപ്ലിക്കേഷൻ ആയിരിക്കും മിക്കവാറും മറ്റു വന്നിരിക്കുന്നത്. ബ്രെയിൻ ബ്ലീഡ് ഉണ്ടായിരിക്കുന്നു,
അത് പക്ഷേ മാസീവ് ബ്ലീഡ് ആണെങ്കിൽ രക്ഷിക്കില്ല. ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് 3 വർഷമായി. അത് പക്ഷെ അത് പണ്ടൊരു എംബോളിസം നമ്മളെപ്പോഴും ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും. അങ്ങനെ പോകും. അതിന് മരുന്നില്ലേ? വയർലെസ് മൈക്ക് സുഹൃത്തുക്കൾ ദയവായിട്ട് ഈ ഓരോരുത്തരുടെ ചോദിക്കുന്നത് ഒഴിവാക്കി ജനറൽ നമുക്ക് ഞാൻ പറഞ്ഞ ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അത് എടുക്കേണ്ട പ്രായം എന്ന് പറഞ്ഞാല് 10 വയസ്സിനും 26 വയസ്സിനിടയ്ക്കുള്ള പെൺകുട്ടികളാണ്. ബേസിക്കലി ആ വയസ്സ് വയ്ക്കാൻ കാരണം എന്താ വെച്ചാല് ഈ HPV വൈറസ് ഉണ്ടാവുന്നത് മെയിൽസിലാണ്, പുരുഷന്മാരുടെ സെക്സ് ഓർഗൻസിലാണ് നമുക്ക് ഈ HPV വൈറസ് ഉണ്ടാവുന്നത്. സ്ത്രീകൾക്ക് അത് പടരുന്നത് സെക്ഷൽ കോണ്ടാക്ട് കൂടിയാണ്. അപ്പൊ നമ്മൾ ബിഫോർ ദി ഫസ്റ്റ് സെക്ഷൽ കോണ്ടാക്ട് ആണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് പറഞ്ഞ കാണുന്നത്. അതാണ് ഈ 10 to 26 ഏജ് വെക്കുന്നത്. ആ ഏജ് എന്ന് പറയുന്നത് വേഗമായിട്ട് ഏജാണ്. പക്ഷേ ഇത് ബേസിക് കൺസെപ്റ്റ് ഇതാണ്. അത് നമ്മൾ എടുക്കണം എന്ന് പറയാം. നമുക്ക് ഈ പല ക്യാൻസറിന്റെയും ഇത് ഗർഭാശയ ക്യാൻസർ മാത്രമല്ല, മറ്റു പല ക്യാൻസറിലും HPV വൈറസ് കാലകാലമുണ്ട്. അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങളിൽ നമുക്ക് പോളിവൈറൽ HPV വാക്സിനേഷൻസ് ഉണ്ട്. അതായത് ഇതിന് മാത്രമല്ല മറ്റ് പല ക്യാൻസറിനെയും കൂടെ ഉള്ളത് ഇന്ത്യയിലേ വരുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സ്ട്രെയിൻ നമുക്ക് HPV ഗർഭാശയ ക്യാൻസറിന് മാത്രമുള്ള സ്ട്രെയിൻ മാത്രമേ ഉള്ളൂ. പൊടിവലിക്കാം. ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മൂക്കിന്റെ പറയുന്ന ക്യാൻസർ വരണമെങ്കിൽ പൊടി വലിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. കേട്ടാ, അത് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ കാരണം വാക്സിനേഷൻ അവൈലബിൾ ആണ്. നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫാർമസിയിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് നമ്മുടെ ഇന്ത്യൻ വാക്സിൻ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈസിലി അവൈലബിൾ ആണ്. മാറില്ല. നമുക്ക് അങ്ങനെ ക്യാൻസറിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രോണിക് ഇറിറ്റേഷൻ എന്ന് പറയും. അത് ക്ലാസിക്കൽ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നാക്കിൽ വരുന്ന ക്യാൻസർ, നാവിൽ വരുന്ന ക്യാൻസറിൽ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കൊരു പല്ലുണ്ട്, ഒരു ഷാർപ്പ് ടൂത്ത്, ഒരു വളരെ മൂർച്ചയേറിയ ഒരു കൂർത്ത ഒരു പല്ലുണ്ടെങ്കിൽ ആ പല്ല് ഉറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇങ്ങനെ ഉറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അത് ക്രോണിക് ഇറിറ്റേഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും പോയിട്ട് ഉടനെ തന്നെ ആ പല്ലിനെ രാഗി കളയാൻ, മൂർച്ച കുറയ്ക്കാൻ പറയുകയാണെങ്കിൽ പറിച്ചു കളയാൻ പറയും. അപ്പോൾ അങ്ങനെ ക്രോണിക് ഇറിറ്റേഷൻ ഒരു കാരണമാണ്. പക്ഷേ ഈ സൈനസൈറ്റിസ് ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല.